ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജീവ് ആർ കൂടി ചേരുകയാണ്. രാജീവ്, വലിയ ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. പ്രധാനമായും ഏതൊക്കെ പ്രദേശത്താണ് കടലാക്രമണങ്ങളിൽ ഈ വീടുകൾ നശിച്ചത്? ആരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്? ഈ പ്രസന്ന ഏണസ്റ്റിനെതിരെ, മേയർക്കെതിരായുള്ള പ്രതിഷേധത്തിൻ്റെ കാരണം എന്താണ്? എന്തൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്? അജിംഷാദ്, കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ കൊല്ലം ബീച്ചിന് കുറച്ച് അകലായി വെടിക്കുന്ന് പ്രദേശത്ത് നിന്നും മുണ്ടക്കൽ പാപനാശമായ 1/2 കിലോമീറ്ററോളം ഉള്ള ദൂരത്തിലാണ് ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും വീടുകൾ നശിച്ചതും. ഈ വെടിക്കുന്ന് മുതൽ പാപനാശം വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. മാത്രമല്ല, ഈ ഇവിടെ ഒരു പള്ളിയിലേക്ക്, ഒരു സെന്റ് ജോർജ് ചർച്ചിലേക്ക് തിരമാല ആഞ്ഞടിക്കുകയും ഇതിന്റെ ഈ പുറത്തുള്ള മതില് പൂർണ്ണമായും കടലെടുക്കുകയും ചെയ്ത സ്ഥിതിവിശേഷം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, രാത്രിയോടെ ഉണ്ടായ വീണ്ടും രൂക്ഷമായ കടൽക്കയറ്റത്തിൽ വീടുകൾ വീണ്ടും ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് ഒരു 10ഓളം വീടുകളാണ് ഇപ്പോൾ തകർന്നു എന്നുള്ള അനൗദ്യോഗിക കണക്ക് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ റോഡ് തകർന്നതോടുകൂടി ആ പ്രദേശത്തേക്ക് നമുക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ വെടിക്കുന്ന് പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും അനുബന്ധമായി ഉള്ളവരുമാണ് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രാവിലെ മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഇതുവഴിയുള്ള ബസ് സർവീസ് ഉണ്ട് ഈ തീരദേശ റോഡിലൂടെ. ആ ബസ്സും തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. ഇവർ ഈ റോഡിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ഈ സ്ഥലത്തെത്തി ഇപ്പോൾ ഇവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അറിഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തിയതാണ്. ഇതിനുമായുള്ള എന്ത് പരിഹാരം കാണാമെന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഈ ആൾക്കാർ, ഇവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ പുലിമുട്ട് ഏതാണ്ട് പകുതിയോളം വഴി നിർത്തിയിരിക്കുകയാണ്. ഈ പുലിമുട്ട് ബാക്കി നിർമ്മിക്കാത്തത് കൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഇത്രയും കടൽ ഇരച്ചു കയറിയത് എന്നാണ് അവർ പറയുന്നത്. പുലിമുട്ട് പൂർണ്ണമായും നിർമ്മിക്കണമെന്ന് വർഷങ്ങളായുള്ള അവരുടെ ആവശ്യമാണ്. ഈ പ്രദേശത്തെ 10 ലക്ഷം രൂപ നൽകി കുറച്ച് വീടുകളെ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ 10 ലക്ഷം രൂപ പൂർണ്ണമായും അവർക്കും സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളൊരു പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതുകൊണ്ടുകൂടിയാണ് ബാക്കിയുള്ളവർ ഈ 10 ലക്ഷം വാങ്ങി പോകാൻ തയ്യാറാകാത്തത്. മാത്രമല്ല, ഈ പ്രദേശത്ത് സർക്കാർ ഈ കോർപ്പറേഷൻ പ്രദേശത്ത് 3 സെന്റ് ഭൂമിയും ഒരു വീടും വച്ച് നൽകിയാൽ മാത്രമേ ഇവർക്ക് അങ്ങോട്ടേക്ക് മാറാൻ കഴിയൂ. സർക്കാർ കൊടുക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് ഈ കോർപ്പറേഷനുള്ളിൽ ഇവർക്ക് വീട് ലഭിക്കുകയില്ല. കാരണം വില അതിൽ കൂടുതലാകുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു വീടും ഈ 3 സെന്റ് സ്ഥലവും കൂടി 10 ലക്ഷം രൂപയ്ക്ക് ലഭിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അവർ കോർപ്പറേഷനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സ്ഥലം എടുത്തു കൊടുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല എന്നും പറയുന്നുണ്ട്. മേയർ ആയി നേരത്തെ MLA ഉൾപ്പെടെയുള്ളവരുമായി ഈ പ്രദേശത്തെ MLA നൌഷാദാണ്. ഈ MLA നൌഷാദും മേയറുമായിട്ട് ഉൾപ്പെടെ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പക്ഷെ ഇവർ വീട് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. കൃത്യമായ ഒരു പുനരധിവാസം ഇവർക്ക് നൽകണമെന്ന സ്ഥിതിയിലേക്കാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഈ പ്രതിഷേധത്തിലും അവർ ഉന്നയിക്കുന്ന ആവശ്യം കൃത്യമായ 3 സെന്റ് ഭൂമിയും ഒരു വീടും വെച്ച് നൽകിയാൽ മാത്രമേ ഒഴിഞ്ഞു പോകാൻ സാധിക്കുള്ളൂ. ഈ ഭീതിയോടുകൂടി തന്നെയാണ് ഇവിടെ കഴിയുന്നത്. ഇപ്പോൾ പല വീടുകളും നശിച്ചത് മൂലം ഇവർക്ക് അവിടെ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്തായാലും പുലിമുട്ട് നിർമ്മിച്ച് ബാക്കിയുള്ളവരുടെ കൂടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് ഈ വീടുകളിൽ താമസിക്കുന്നത് ഏത് സമയവും കടൽ ജീവൻ എടുക്കും എന്നുള്ള ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് പുലിമുട്ട് അത്യാവശ്യമായി നിർമ്മിക്കണമെന്ന ഒരു ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സമരക്കാരും ഈ പ്രതിഷേധത്തിൽപ്പെട്ട ആൾക്കാരും ഇപ്പോൾ ഈ BJP പ്രതിനിധിയായ കൃഷ്ണകുമാറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ മുണ്ടക്കൽ ഭാഗത്ത് മാത്രമാണോ ഇപ്പോൾ പ്രതിഷേധമുള്ളത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ കടൽ കയറിയ പ്രദേശമാണ് മുണ്ടക്കൽ മുതൽ വെടിക്കുന്ന് പ്രദേശം വരെ. ഈ വെടിക്കുന്ന് പ്രദേശത്തെ ജനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ താമസമില്ലായിരുന്നു. 10 ലക്ഷം രൂപ നൽകിയ കുറച്ചുപേർ അവിടുന്ന് ഒഴിഞ്ഞു പോയിരുന്നു. ആ വീടാണ് 10 ലക്ഷം രൂപ പൂർണ്ണമായും നൽകിയിട്ടില്ല. അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവിടേക്ക് എത്തിയത്. കാരണം ഇവർ പലരും ഇപ്പോൾ കുറച്ചുപേർ മത്സ്യത്തൊഴിലാളികളാണെങ്കിലും ഇപ്പോൾ ഉള്ള ജനറേഷനിലേക്ക് വരുന്നവർ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ പ്രദേശത്ത് തന്നെ വീട് ലഭിച്ചെങ്കിൽ മാത്രമേ കൂലിപ്പണിക്ക് പോകാൻ കഴിയുള്ളൂ എന്നൊരു അഭിപ്രായമാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വെടിക്കുന്ന് പ്രദേശത്തെ ജനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
അജീംഷാ. തീർച്ചയായും. രാജീവ്, ഈ ഇപ്പോൾ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ അടക്കമുള്ളവർ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പ്രതിഷേധങ്ങളിലൊക്കെ. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നിരിക്കുന്നു. ഇരവികുലം MLA M നൗഷാദ്, കൊല്ലം മേയർ ഏണസ്റ്റ് അടക്കമുള്ളവർക്ക് എതിരായി ഒരു വലിയ ജനവികാരം ആ അർത്ഥത്തിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് പിന്നിൽ. പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണ്? ഈ 10ഓളം വീടുകൾ തകർന്ന സാഹചര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പുനരധിവാസങ്ങളാണ് ആലോചിക്കുന്നത്? എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യം? എങ്ങനെയാണ് അധികൃതർ അതിനോട് പ്രതികരിക്കുന്നത്? ശാശ്വതമായ പരിഹാരത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ്? കാരണം ഈ പുലിമുട്ടിൻ്റെ വിഷയത്തിൽ നേരത്തെ തന്നെ പല വിധത്തിലുമുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ തർക്കങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. രാജീവ്. അജീംഷാദ്, ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി എന്ന് പറയുന്ന എല്ലാ കാര്യം ഇവിടെയുള്ളവർ തന്നെ 3 രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുമുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം സന്ധ്യയോടുകൂടി തന്നെ ഈ പ്രദേശത്തെ ഇവർ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്ന ബൈറ്റിലാണ് നമ്മൾ MLA കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് കേട്ടത്. പക്ഷെ അവർ ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട് മേയറെ കുറിച്ചും. നേരത്തെ നടന്ന ചർച്ചയിൽ കൃത്യമായ പരിഹാരം ഈ MLA ഭാഗത്തു നിന്നും മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് അവർ അവരെ വിമർശിക്കാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നപ്പോൾ മുതൽ തന്നെ സന്ധ്യയോടെ തന്നെ ഈ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ കഞ്ഞിവെപ്പ് സമരം നടക്കുമ്പോഴും റോഡ് വിരോധ സമരം നടക്കുമ്പോഴുമെല്ലാം ഇവർ ഇവിടെ രാവിലെ തന്നെ എത്തിയിരുന്നു. അത് സമരം നടന്നതിന് ശേഷമായിരുന്നു. അവർ പിന്തുണയും അറിയിച്ച് എത്തിയതാണ്. പക്ഷേ ബിന്ദു കൃഷ്ണയൊക്കെ ഇരിക്കുന്ന സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണകുമാറും എത്തി തന്റെ അഭിപ്രായം പറയുന്നത്. ഈ കൃഷ്ണകുമാറിനോട് പോലും ഇവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യമായി ബാക്കിയുള്ള വീടുകൾ സംരക്ഷിക്കുവാനായി ഇവിടെ ഒരു പുലിമുട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു മട്ടായതുകൊണ്ട് തന്നെ ഈ കടൽ ആക്രമണം ഈ പ്രദേശങ്ങളിൽ രൂക്ഷമായി കയറുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈ വീട് തകർന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഈ നീക്കങ്ങൾ ഉടൻ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത് മാത്രമേ അത് കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. കാരണം ഇനിയുള്ള മുന്നോട്ട് ഈ വീട് തകർന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തണമെങ്കിൽ ഈ ജനപ്രതിനിധികൾ അടക്കം ഉള്ളവർ ഇവരുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. പക്ഷെ ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം 3 സെന്റ് ഭൂമിയും ഒരു വീടും വെച്ച് നൽകിയാൽ പൂർണ്ണമായും ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ വീട് പോയ സാഹചര്യത്തിൽ അവർക്ക് അത്യാവശ്യമായി അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി എടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ജനപ്രതിനിധികൾ 3 പാർട്ടികളുടെയും ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തി ഇവരുമായിട്ട് സംസാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ എന്ത് പരിഹാരം, അതാണ് അവർ കടപ്പുറമാണ്. അവർ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഉള്ള ആൾക്കാർ പെരുമാറുന്നത് ഇവിടെ പെരുമാറണമല്ല, വൈകാരികമായി പെട്ടെന്ന് പെരുമാറുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുമായി സമാധാനപരമായി ചർച്ച നടത്തി ഇതിന് ശാശ്വതമായ പരിഹാരം കാണുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ നമ്മൾ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട്. കാരണം ഇവരുമായുള്ള ചർച്ചയിൽ ഇവർക്ക് പുനരധിവാസം ചെയ്തു കൊടുക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെയാണ്. കാരണം ഈ സ്ഥലത്ത് എവിടെയെങ്കിലും കോർപ്പറേഷനുള്ളിൽ തന്നെ എവിടെയെങ്കിലും ആകണമെന്നൊരു നിർദ്ദേശം കൂടി അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിന്റെ ശാശ്വത പരിഹാരം എങ്ങനെയെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ.